നീറ്റ് പരീക്ഷാ ക്രമക്കേട് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന്റെ അലയൊലികൾ തീർക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ബിജെപിയെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഒന്നും കണ്ടഭാവം നടിക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപിയും. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയിട്ടും കുലുക്കമില്ലെങ്കിൽ പിന്നെ ബിജെപി എന്തിനീ നാട് ഭരിക്കുന്നു എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടാകുന്നത്. നീറ്റ് ക്രമക്കേടിൽ ഒരു നടപടികൾക്കും സ്വമേധയെ തയ്യാറാകുന്നില്ല കേന്ദ്ര സർക്കാർ. അവർ നിർബന്ധ ധാർഷ്ട്യം തുടരുന്നുണ്ട്. അതിനെല്ലാം അപ്പുറം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിൽ ബിജെപി നേതാക്കൾക്കുള്ള പങ്ക് തെളിഞ്ഞിട്ടുണ്ട്. അതിനെതിരെ പോലും ശബ്ദമുയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധി. ആദ്യഘട്ടത്തിൽ വിമർശനത്തിന് അല്പം മയമുണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം മോദിക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. ഒരു പരീക്ഷ പോലും നടത്താൻ കഴിയാത്ത നിങ്ങൾ എവിടത്തെ വിശ്വഗുരു ആണെന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തകർത്തുവെന്നും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. വിശ്വഗുരു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഭരണകൂടത്തിന് രാജ്യത്ത് ഒരു പരീക്ഷ പോലും കൃത്യമായി നടത്താൻ ഹെൽപ്പില്ലെന്ന് രാഹുൽ ഗാന്ധി പരിഹസിക്കുന്നുണ്ട്. രാജ്യത്തെ പ്രമുഖ സർവകലാശാലയിലേക്കുള്ള CUET UG പരീക്ഷാ കേന്ദ്രങ്ങളിൽ വലിയ തരത്തിൽ സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ കടുത്ത പ്രതികരണം വന്നത്. എന്നാൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് പരീക്ഷാ തടസ്സത്തിന് കാരണമായ സാങ്കേതിക പിഴവുകൾ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. നീറ്റ്, CBEC, SSC, ഇപ്പോൾ ഇതാ CUET. 4 പരീക്ഷകൾ 1 കോടിയോളം വരുന്ന വിദ്യാർത്ഥിനികൾ. ഇതിൽ ഒന്നുപോലും തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച ഹിന്ദിയിലുള്ള കുറിപ്പിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വയം വിശ്വഗുരുവെന്ന് വിശേഷിപ്പിക്കുന്നു, പക്ഷേ ഒരു പരീക്ഷ പോലും നേരെ ചൊവ്വ നടത്താൻ അറിയില്ല. മോദി രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും തകിടം മറിച്ചിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആരുടെ ഭാവിയാണോ കരിനിഴൽ വീഴ്ത്തിയത്, അതേ യുവതലമുറ തന്നെ നാളെ നിങ്ങളോട് കണക്ക് ചോദിക്കുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. CBSE പരീക്ഷകളിലുണ്ടായ ഗുരുതര വീഴ്ചകളിൽ പ്രധാനമന്ത്രി പുലർത്തുന്ന മൗനത്തെയും ഉത്തരവാദിയായ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടപടിയെടുക്കാത്തതിനെയും രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ചു. മോദിക്ക് സ്വന്തം അധികാരത്തിന്റെ നിലനിൽപ്പിൽ മാത്രമാണ് ശ്രദ്ധയെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികളുടെ ഭാവിയെക്കുറിച്ച് യാതൊരു ആശങ്കയും ഇല്ലെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നേരത്തെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പ്രതിസന്ധിയിലായ പരീക്ഷാർത്ഥികളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിലവിലുള്ള പരീക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ പങ്കുവച്ച കടുത്ത ആശങ്കകളുടെ വീഡിയോ ദൃശ്യങ്ങളും രാഹുൽ ഗാന്ധി പുറത്തുവിടുകയും ചെയ്തു. രാഹുലിന്റെ വിമർശനങ്ങൾക്ക് രാജ്യവ്യാപകമായി പിന്തുണ ലഭിക്കുന്നത് BJPയെ അസ്വസ്ഥമാക്കുന്നു. ചിന്തിക്കുന്ന യുവതലമുറ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുന്നുമുണ്ട്. യുവാക്കൾ രാഹുലിന്റെ വിമർശനങ്ങൾക്ക് ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും മോദിക്കെതിരെ വ്യാപകമായ രീതിയിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ 12 കൊല്ലം മുമ്പ് മോദിക്ക് പിന്തുണ നൽകിയ രാജ്യത്തെ യുവാക്കൾ ഇന്ന് അതിൽ ഖേദിക്കുന്നുമുണ്ട്. മോദിക്ക് ലഭിച്ച സ്വീകാര്യത ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പമാണ്. നീറ്റ്, CBSE വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായ വീഴ്ചകൾ ഓരോന്നായി രാഹുൽ ഗാന്ധി തുറന്നു കാണിക്കുമ്പോൾ പ്രതികരിക്കാൻ സാധിക്കുന്നില്ല BJPക്ക്. ഓടിയൊളിക്കുന്ന BJPയെ പക്ഷേ വിടാതെ പിന്തുടരുന്നുണ്ട് രാഹുൽ ഗാന്ധി. 2 വർഷത്തോളം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥിനികളുടെ ത്യാഗവും സ്വപ്നങ്ങളുമാണ് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിലൂടെ തകർക്കപ്പെട്ടതെന്നും ഇത് വിദ്യാർത്ഥിനികളോട് കാണിച്ച വലിയ അനീതിയാണെന്നും രാഹുൽ ഗാന്ധി വിമർശിക്കുന്നുണ്ട്. അതിൽ ഒരു കുറ്റബോധവും ഇല്ലാത്ത പ്രധാനമന്ത്രി ഈ രാജ്യത്തെ തന്നെ അപമാനമാണ്. മക്കളുടെ നല്ല ഭാവിക്കായി അച്ഛനമ്മമാർ വായ്പയെടുത്തും അമ്മമാർ സ്വർണം വിറ്റും പണം കണ്ടെത്തിയപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികളാണ് ഉറക്കവും സമാധാനവും കളഞ്ഞ് ഇതിനായി തയ്യാറെടുത്തത്. എന്നാൽ അവർക്ക് പകരമായി ലഭിച്ചത് സംഘടിതമായ അഴിമതിയും സർക്കാരിന്റെ നിസ്സംഗതയുമാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളെ ഇത്രയധികം ബാധിച്ച ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ മൗനം പാലിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്.